ഹലോ, അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ബോക്സ് കണ്ടില്ല, ബോക്സ് നമ്മളൊരു മേക്കപ്പ് സെറ്റാണ് കേട്ടോ. എനിക്ക് വേണ്ടി വിഷ്ണുട്ടാൻ ഗൾഫിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ, കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് അത്യാവശ്യം മേക്കപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. ലിപ്സ്റ്റിക്ക്, ഐ ഷാഡോ, മസ്കാര, ലിപ് ലൈനർ, ഐ പെൻസിൽ, എല്ലാ സുഖ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ മേക്കപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് കണ്ടെങ്കിൽ തുറന്നൊക്കെ കാണിക്കുമ്പോൾ അതിനകത്ത് മറ്റേ കോമ്പാക്ട് പൗഡർ, നമ്മുടെ ബ്ലഷ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ട്, മിറർ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വെച്ചിട്ടുള്ളൊരു ലുക്കാണ്. അപ്പോൾ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് പോകുമ്പോൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ്ട് പോകുമ്പോൾ കറക്റ്റ് ഫൗണ്ടേഷൻ ഒന്നും ഇടാണ്ട് ഇതിനകത്ത് ബ്ലഷ് ഇടുമ്പോൾ തന്നെ, ആ ബ്ലഷ് കോമ്പാക്ട് പൗഡറൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം എനിക്ക് ഫിനിഷിങ് ലുക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക്കുകൾ തന്നെ കണ്ടില്ല, റൗണ്ടിലിരിക്കുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത്യാവശ്യം കുറേ കളറിൽ ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിനകത്തൊരു ഐ പെൻസിലുണ്ട്, പക്ഷേ ഞാൻ അതും കൊണ്ട് ഇതുവരെ എഴുതിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു ഐ പെൻസിലും കൊണ്ടാണ് ഞാനിപ്പോൾ ഐ ഫില്ല് ചെയ്യണത്. 100 രൂപയാണ് ഇതിൻ്റെ വില. നല്ല കളറുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ഇടയ്ക്ക് ഞാൻ ഇതേപോലെ വാങ്ങിക്കണതിനെ കൊണ്ട് അങ്ങനെ കളർ വരാറില്ല. അപ്പോൾ ഞാനിപ്പോൾ ഐ ലൈനറും കൊണ്ട് കണ്ണിൻ്റെ മുകളിൽ എഴുതണതിനൊക്കെ ഇപ്പോൾ ഈ ഐയുടെ ഈ സ്റ്റിക്ക് പെൻസിലും കൊണ്ടാണ് ഞാനിപ്പോൾ കണ്ണൊക്കെ ഫിനിഷ് ചെയ്ത് കൊടുക്കാറ്. ഇപ്പോൾ എവിടെ പോയാലും അതും കൊണ്ട് തന്നെയാണ് എഴുതാറ്. അപ്പോൾ എനിക്ക് കണ്ണ് എഴുതുമ്പോൾ ചെറുതായിട്ട് അതിൻ്റെ മിററിൽ നോക്കി എഴുതുന്നുണ്ടെങ്കിൽ ശരിക്കും കറക്റ്റ് എഴുതാൻ പറ്റണില്ല. അപ്പോൾ അവരോടൊക്കെ ആകുമ്പോൾ ഞാനിടയ്ക്ക് തൂത്തൊക്കെ കളയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എഴുതിക്കൊണ്ടേ ഇരിക്കണേണ്ട്. അപ്പം ഇടയ്ക്കൊക്കെ എനിക്ക് കറക്റ്റ് നമ്മൾ കണ്ണാടിയിൽ വലിയ കണ്ണാടിയിൽ നോക്കി എഴുതണ പോലെ എനിക്ക് ചെറിയ കണ്ണാടിയിൽ അങ്ങനെ നോക്കിയിടാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എല്ലി അങ്ങനെ എന്തുകൊണ്ടുണ്ട് ഇതിൻ്റെ പേര്. ഞാനിപ്പോൾ പേരൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്താൽ കേട്ടോ. നിങ്ങളും ചിലപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ, നമ്മുടെ കടയിലൊക്കെ കിട്ടും. 100 രൂപ കണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ ആയിട്ട് നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എഴുതാൻ പോണത് നമ്മുടെ മറ്റേ കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ. കോമ്പാക്ട് പൗഡർ ഇതിനകത്ത് തന്നെ ഉള്ളതാണ് കേട്ടോ. അത് നല്ല അടിപൊളി കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. നമുക്ക് ഇടുമ്പോൾ തന്നെ ഒരു ഫൗണ്ടേഷൻ്റെ ലുക്കാണ് ഇതിന്. ഞാൻ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോഴും ജസ്റ്റ് ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇങ്ങനെ ഡാബ് ചെയ്യാനൊക്കെ മടിയുള്ളവർക്കാണെങ്കിൽ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഇടുമ്പോൾ തന്നെ കറക്റ്റ് ഫിനിഷിംഗ് ലുക്ക് കിട്ടും കേട്ടോ. അത് ഇടുമ്പോൾ തന്നെ എൻ്റെ മുഖത്തൊരു നല്ല വ്യത്യാസം പറ്റില്ല. സ്കിന്നിൻ്റെ കളറൊക്കെ ഉണ്ട് ഡിഫറൻസ്. ഞാൻ ഇടുമ്പോൾ അതുമ്പോൾ സ്കിന്നിലൊക്കെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ആ ഫൗണ്ടേഷൻ ഇട്ടതിൻ്റേതായ ഒരു മാറ്റം കാണാനുണ്ട് കേട്ടോ. അങ്ങനെ അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിട്ടത് ബ്ലഷാണ് കേട്ടോ. അതൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിനകത്ത് എൻ്റെ ബ്ലഷ് ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് തൂത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാനിപ്പോൾ കാണിക്കണത് തന്നെ ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ റെഡി ആവണം ആ ഒരു സെയിം മെത്തേഡ് തന്നെ കേട്ടോ. വേറെ സ്പെഷ്യലി ഒന്നുമില്ല. അതിൽ നിന്നുള്ളൊരു ബ്ലഷ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ 2 വശത്തുള്ള കവിളമേ, മൂക്കുമേ, നെറ്റിമേയൊക്കെ ഒന്ന് ഇരിക്കുക. എൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നെറ്റി കൂടുതലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ചിലവർക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവും. ഒരു ഹെയർ സ്റ്റൈൽ പോലെ അങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ലിപ് ലൈനർ ഉണ്ട് കേട്ടോ അതിനകത്ത് തന്നെ. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഈ ലിപ് ലൈനർ എടുത്തിട്ട് എന്താ പറയുക, ലിപ്സ്റ്റിക് ഇടുന്ന പോലെയൊക്കെ തൂക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളങ്ങനെ നല്ലൊരു കളറാണ്. എനിക്കത് ഇടുമ്പോൾ നല്ലൊരു ഇഷ്ടമുണ്ട്. പിന്നെ അതിനകത്ത് തന്നെ ഉള്ളൊരു ലിപ്സ്റ്റിക് ഉണ്ട് കേട്ടോ. ഈ റൗണ്ടിൽ കാണുന്നതൊക്കെ ലിപ്സ്റ്റിക് ഉണ്ട്. ഞാൻ അതിനകത്ത് കാണിച്ചു തരാവേ. ഈ റൗണ്ടിലിരിക്കുന്ന നമ്മുടെ കുങ്കുമച്ചെപ്പ് പോലത്തെ ചെപ്പുകളിലിരിക്കുന്നതൊക്കെ ലിപ്സ്റ്റിക്കിൻ്റെ കളറുകളുണ്ട്. ഞാൻ കൂടുതലും ഈ കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ എടുത്തില്ലേ മെറൂൺ പോലത്തെ. അത് ഞാൻ ഇട്ടു. ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ, മിസ്സായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ മസ്കാരയല്ല, ഐ ഷാഡോ, അതിൽ തന്നെ ഉള്ളൊരു ജസ്റ്റ് ഒരു നൈസ് ലുക്ക് വന്നൊരു ജസ്റ്റ് എന്താ ഒരു കറക്റ്റ് കളർ എനിക്ക് ഷെയ്ഡ് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷെയ്ഡ് എടുത്തിട്ട് എല്ലാ ഡ്രസ്സിനും മാച്ചായി പോകുന്ന ഒരു ഷെയ്ഡല്ലേ. അപ്പോൾ ആ ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഓവറൊന്നും ആക്കണില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് റെഡി ആവാൻ വേണ്ടിയല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യം നമ്മുടെ ആ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ അതിനകത്ത് തന്നെ ഒരു കറുത്ത സാധനം ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂട, അതെന്തിനാണ് ഉപയോഗിക്കുന്നത് അറിഞ്ഞൂടെ. ഞാൻ അത് ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ. ഒരു കറുത്ത നമ്മുടെ കോമ്പാക്ട് പൗഡറിൻ്റെ ഒക്കെ ആയിട്ട്. പിന്നെ മസ്കാര ഉണ്ട്. മസ്കാര ഞാൻ ആദ്യം കുറച്ച് പ്രാവശ്യം ഉപയോഗിച്ചു. പിന്നെ അതിനകത്ത് എന്തോ ഉണങ്ങി തോന്നുന്നു, മഞ്ഞില്ല. ഞാൻ കണ്ട തൂക്കുമ്പോൾ ഒന്നും മഞ്ഞില്ല. എന്നാലും ജസ്റ്റ് വെറുതെ ഒന്ന് തന്നെ ഒന്ന് കണ്ണിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് നോക്കിയിട്ടൊന്നും ഇല്ല. മസ്കാര ആദ്യമൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ തീർന്നിട്ടാണോ ഉണങ്ങിയിട്ടാണോ എന്നൊന്നും അറിഞ്ഞുകൂടാട്ടോ. അങ്ങനെ അത് മസ്കാര ഒന്ന് ജസ്റ്റ് കണ്ണിൽ ഒന്ന് അപ്ലൈ ആയിട്ടില്ല കേട്ടോ. ജസ്റ്റ് നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കോസ്റ്റ്യൂം വരാൻ പറ്റും. പിന്നെ 2 ഡ്രസ്സിൻ്റെ ഡെലിവറിക്ക് മുമ്പുള്ള ഡ്രസ്സാണ്ട് കുറച്ച് ഫിറ്റുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. മറ്റേ വയറൊക്കെ ഒന്ന് അത്യാവശ്യം ചാടിക്കിടക്കുന്നുണ്ട്. ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് വയറൊന്നും അങ്ങനെ ഒതുങ്ങിയിട്ടില്ല. അപ്പം ഞാൻ ഹെയർ സ്റ്റൈൽ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ള ഹെയർ സ്റ്റൈൽ തന്നെയായിട്ട്. കാരണം ഞാൻ പ്രത്യേകിച്ച് വേറൊരു ഹെയർ സ്റ്റൈൽ ഞാൻ പുറത്തേക്ക് അങ്ങനെ കെട്ടിക്കൊണ്ട് പോകാറില്ല. ചിലപ്പോൾ എല്ലാവരും കൂടി പുറകിലോട്ട് ഇട്ട് അങ്ങോട്ട് പോണിട്ടയിൽ പോലെ ജസ്റ്റ് ഒന്ന് ക്രാബ് ചെയ്ത് ഇടാറുണ്ട്. പിന്നെ ഉള്ള മിക്ക ഹെയർ സ്റ്റൈൽ തന്നെയായിട്ട് ഈ സൈഡ് വകച്ചിലും ഈ സൈഡ് പഫും ഇതൊക്കെ തന്നെ എൻ്റെ മിക്ക ഹെയർ സ്റ്റൈലും ഇങ്ങനെ പൊട്ടൊക്കെ കുത്തിയിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അത്യാവശ്യം എനിക്ക് ഈ നെറ്റ് കൂടുതലുള്ളത് ഭയങ്കര അപാകതയാണ് ഗൈസ്. ഭയങ്കരമായിട്ട് നെറ്റ് അറിയുന്നുണ്ട്. നല്ല മുടി കൊഴിച്ചിലും ഉണ്ട്. ഡെലിവറി കഴിഞ്ഞപ്പോൾ കൂടി കുറേ
മുടി കുറേ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നൊരു ഹെയർ സ്റ്റൈലിൽ പിന്നീട് എല്ലാം മുടി കൊണ്ട് എടുത്ത് പിന്നീട് അത് 3 വരിപ്പിന്നാണ് നമ്മളിട്ടത്. ഇപ്പം ഞാൻ ജസ്റ്റ് 4 വരിപ്പിൽ. അത് നമുക്ക് ഏത് മോഡലിൽ വേണമെങ്കിലും ഇടാം. പിന്നെ ഹെയർ സ്റ്റൈലിൻ്റെ സൈഡ് പഫ് എന്ന് വെച്ചാൽ ഇതന്നെ ആയിരിക്കുള്ളൂ കേട്ടോ. എനിക്ക് എൻ്റെ മുഖത്ത് എനിക്ക് ഫുൾ ചേരണതായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എവിടെ പോയാലും സൈഡ് പഫാണ് കൂടുതലും ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുടിയൊന്ന് ചെറുതായിട്ട് ചുരുണ്ട് വന്നത് ഇപ്പോൾ അതിനകത്ത് ഫ്രണ്ടിൽ കാണാനുണ്ട്. ചുരുൾ വരുമ്പോൾ തന്നെ എൻ്റെ മുഖത്തിൻ്റെ ലുക്ക് മാറും ഗൈസ്. അതേ ഞാൻ 4 വരിപ്പിന് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് വെറുതെ പാട്ടൊക്കെ ഒന്ന് പാടുന്നുണ്ടിട്ട് വെറുതെ ക്യാമറയിലോട്ടൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ഗൈസ്. അങ്ങനെ അതേ 4 വരിപ്പിൻ്റെ ഒരു കണക്കിനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. 4 വരിപ്പിന് ഇട്ടിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് അപ്പോൾ ക്ലിപ്പ് ഇട്ടപ്പോൾ ശരിയായില്ല കേട്ടോ. അത് ഞാൻ എന്നിട്ട് ഊരിയിട്ട് ലെവലിലായിട്ട് ക്ലിപ്പ് ഇട്ടായിരുന്നു കേട്ടോ. ഒരു അപ്പോൾ ഇതായിട്ട് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ക്ലിപ്പൊക്കെ ഇട്ട് എല്ലാം കഴിഞ്ഞു കേട്ടോ. എനിക്ക് തോന്നണം മറ്റേ മുടി അയച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയൊന്ന് ഒട്ടിക്കിടക്കുന്നുണ്ട്. ഞാൻ തല കുളിച്ചിട്ട് മുടി ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കണത്. അപ്പോൾ എൻ്റെ മുടി ഒരു ഞാൻ വിചാരിക്കണം മോഡലിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ഫ്രണ്ടിലൊക്കെ ഒരു ചളങ്ങിയ പോലെയൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുമ്പോൾ ഇങ്ങനത്തെ വൃത്തി വന്നിട്ട് ഞാൻ കുറേ ബേബി ഹെയർസ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടാൻ നോക്കുന്നുണ്ട്. നെറ്റ് കാണുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത്രയൊട്ട് വീഡിയോ നെറ്റ് ഭയങ്കര ബോറാണ് ഗൈസ്, നിങ്ങൾക്ക് തോന്നണുണ്ടാവില്ല. അപ്പോൾ ഇതാണ്ട് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയണത്. അപ്പോൾ ഇത്രയൊട്ട് വീഡിയോ ടെറ്റാ. അപ്പോൾ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.